ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് ദേശീയ അവധി ആഘോഷിക്കുന്നു. എന്താണല്ലേ സ്വാതന്ത്ര്യദിനം അഥവാ ഇൻഡിപെൻഡൻസ് ഡേ. 1947 ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ചതും ആ വർഷം ജൂലൈ 18-ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം നിലവിൽ വന്നതും. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നീണ്ട പോരാട്ടത്തെ തുടർന്ന് സ്വതന്ത്രവും ആയ ഒരു ഇന്ത്യൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതും സ്വാതന്ത്ര്യദിനം അടയാളപ്പെടുത്തുന്നു. 1947 ഓഗസ്റ്റ് 15-നാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രണ്ട് രാജ്യങ്ങളായി വിഭജിച്ചതിൻ്റെ വാർഷികവും ഇത് അടയാളപ്പെടുത്തുന്നു. ഇന്ത്യ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ അവിടെ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തീയതിയുടെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14-ന് ഇത് ആചരിക്കുന്നു. 1757 പ്ലാസി യുദ്ധത്തിലെ ബ്രിട്ടീഷ് വിജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു വാണിജ്യ സാന്നിധ്യത്തിൽ നിന്ന് രാജ്യത്തു ഒരു പ്രബലമായ സൈനിക രാഷ്ട്രീയ ശക്തിയായി മാറിയതോടെയാണ് ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണം ആരംഭിച്ചത്. 1857 ഇന്ത്യൻ കലാപത്തെ തുടർന്ന് ശിപായി ലഹള എന്നറിയപ്പെടുന്നുണ്ട്. നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണം അഥവാ പലപ്പോഴും ബ്രിട്ടീഷ് രാജ് എന്ന് വിളിക്കപ്പെടുന്നു. നിലവിൽ വരുന്നവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 100 വർഷം ഇന്ത്യ ഭരിച്ചു. കലാപം അടിച്ചമർത്തപ്പെട്ടെങ്കിലും കൊളോണിയൽ ഭരണത്തോടുള്ള വ്യാപകമായ അതൃപ്തിയുടെ തുടക്കമായിരുന്നു അത്. 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ നമ്മുടെ കോൺഗ്രസ് പാർട്ടി ആണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ബംഗാൾ വിഭജനത്തിനെതിരെ പ്രതിഷേധിച്ച് 1905 ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ സംഘടിത ബഹുജന പ്രതിരോധം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത്, അതായത് 1914 തൊട്ട് 1918 വരെ ഈ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് 1919, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 തുടങ്ങിയ അടിച്ചമർത്തൽ നിയമങ്ങൾക്കെതിരായി പ്രതികരണവുമായി പൊതു അശാന്തി വളർന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. നിസ്സഹകരണ പ്രസ്ഥാനം 1920 തൊട്ട് 1922 വരെ, ഉപ്പു മാർച്ച് 1930, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 തൊട്ട് 1943 വരെ തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി. 1947 ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്ന ബ്രിട്ടീഷ് ഭരണത്തിലുള്ള ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളായി വിഭജിച്ചതിന് വ്യവസ്ഥ ചെയ്ത 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയതോടെ വർഷങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടം പരിസമാപ്തിയിൽ എത്തി. ഇന്ത്യ വിഭജനം കൂട്ടക്കുടിയേറ്റത്തിനും വിനാശകരമായ ആക്രമണത്തിനും കാരണമായി. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ഭവനരഹിതരാകുകയും ചെയ്തു. 1947 ഓഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയിൽ ക്ലോക്കടിച്ചപ്പോൾ ഇന്ത്യൻ ത്രിവർണ പതാക യൂണിയൻ ജാക്കിന് അഥവാ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ദേശീയ പതാകയ്ക്ക് പകരം ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പിറവിയെ അടയാളപ്പെടുത്തി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തൻ്റെ പ്രസിദ്ധമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗത്തിലൂടെ ഭരണഘടനാ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. ഈ അവസരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഡൽഹിയിൽ ഒത്തുകൂടി. വിഭജനത്തിൻ്റെ നിഴൽ വകവയ്ക്കാതെ രാജ്യമെമ്പാടും ആളുകൾ സന്തോഷത്തോടെയും സംഗീതത്തോടെയും പ്രാർത്ഥനയോടെയും ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് ഇന്ത്യൻ രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. അടുത്ത ദിവസം ഇന്ത്യയിലുടനീളം പതാകയുയർത്തൽ ചടങ്ങുകൾ, അഭ്യാസങ്ങൾ, ഇന്ത്യൻ ദേശീയ ഗാനമായ ജനഗണമന ആലാപനം എന്നിവ നടക്കും. കൂടാതെ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നു. പഴയ ഡൽഹിയിലെ മുഗൾ കോട്ടയായ ചെങ്കോട്ടയിൽ നടക്കുന്ന
പതാകയുയർത്തൽ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിനു ശേഷം സായുധ സേനയിലെയും പോലീസിലെയും അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരേഡ് നടക്കും. തുടർന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ ഒരു ടെലിവിഷൻ പ്രസംഗം നടത്തുന്നു. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ പ്രധാന നേട്ടങ്ങൾ വിവരിക്കുകയും ഭാവിയിലെ വെല്ലുവിളികളും ലക്ഷ്യങ്ങളും വിവരിക്കുകയും ചെയ്യുന്നു. വിവിധ വലിപ്പത്തിലും ആകൃതിയിലും നിറങ്ങളിലുമുള്ള പട്ടങ്ങൾ, ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന പട്ടങ്ങൾ, പട്ടം പറത്തലും ഒരു സ്വാതന്ത്ര്യദിന പരമ്പരമായി മാറിയിരിക്കുന്നു. ന്യൂഡൽഹിയിലെ സർക്കാർ ഓഫീസുകൾ അവധിക്കാലം മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഏകദേശം ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന കൊളോണിയൽ വിരുദ്ധ പോരാട്ടമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം. ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങൾ സ്വാതന്ത്ര്യവും നേടിയെങ്കിലും വേദനാജനകമായി രണ്ടു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു, ഇന്ത്യയും പാകിസ്ഥാനും. എന്നിരുന്നാലും 1947 ഓഗസ്റ്റ് 14-15 തീയതികളിൽ അർദ്ധരാത്രി കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം ഏഷ്യയിലെ ജനങ്ങൾക്ക് അന്തസ്സ് തിരിച്ചു നൽകുന്നതിൽ ഒരു വിജയവും നാഴികക്കല്ലുമായിരുന്നു. ഈ പ്രസ്ഥാനം രാഷ്ട്രീയത്തെക്കാൾ കൂടുതലായിരുന്നു. അതാണെങ്കിൽ ഒരു നവോത്ഥാനവും ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട രാഷ്ട്രങ്ങൾക്ക് പ്രചോദനവുമായിരുന്നു. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി എത്തുന്നതിന് തൊട്ടുമുമ്പ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള ഒരു യാത്ര എന്ന പേരിൽ ഒരു പ്രസിദ്ധമായ പ്രസംഗം നടത്തി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷുകാർ ആദ്യം എത്തിയത് ജേതാക്കളായിട്ടല്ല, മറിച്ച് ഗ്രീക്ക് കാലം മുതൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പ്രസിദ്ധമായിരുന്ന ഇന്ത്യയുടെ അസാധാരണമായ സമ്പത്തിൽ ആകൃഷ്ടരായ വ്യാപാരികളായാണ്. 16-ാം നൂറ്റാണ്ടിൽ ജേതാവായ ബാബർ സ്ഥാപിച്ചതും ഇപ്പോൾ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂരിഭാഗവും ഭരിച്ചതിനുമായ വിശാലമായ മുഗൾ സാമ്രാജ്യം ഇന്ത്യയെ ആധിപത്യം പുലർത്തുന്നതിനായി കണ്ടെത്താനാണ് അവർ എത്തിയത്. 1613 മുഗൾ ചക്രവർത്തിയായ ജഹാംഗീർ ബ്രിട്ടീഷുകാർക്ക് ഗുജറാത്തിലെ സൂറത്തിൽ ഒരു വ്യാപാര കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി നൽകി. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കേന്ദ്രമായി മാറും. തുടർന്നുള്ള നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ഉപഭൂഖണ്ഡങ്ങളിലുടനീളം സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനം ക്രമേണ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1707 ചക്രവർത്തി ഔറംഗസേബിൻ്റെ മരണശേഷം മുഗൾ സാമ്രാജ്യം ദ്രുതഗതിയിലുള്ള തകർച്ചയിലേക്ക് പ്രവേശിച്ചു. മറാത്തകൾ, സിക്കുകാർ, വടക്കൻ രാജപുത്ര നേതാക്കൾ എന്നിവരുൾപ്പെടെ വിവിധ പ്രാദേശിക ശക്തികൾക്ക് അവരുടെ പരമാധികാരം സ്ഥാപിക്കാൻ അവസരം നൽകി. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ ഉപഭൂഖണ്ഡത്തിൽ ഒരു പ്രബല ശക്തിയും ഇല്ലാതായി. ഇത് ഈ പ്രദേശത്തെ കൊളോണിയൽ അഭിലാഷങ്ങൾക്ക് ഇരയാക്കി. പ്ലാസി യുദ്ധം. ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള 7 വർഷത്തെ വലിയ യുദ്ധത്തിൻ്റെ ഭാഗമായിരുന്ന 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഇന്ത്യ പിടിച്ചടക്കലിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൂടുതൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. ഇപ്പോൾ തദ്ദേശീയ ഭരണാധികാരികൾ ഇതിനെ ഗുരുതരമായ ഭീഷണിയായി കണക്കാക്കി. ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ അനുകൂലിച്ച ബംഗാളിലെ നവാബ് അഥവാ ഭരണാധികാരി സിരാജ് അൽ ദൗള മുമ്പ് കമ്പനി വ്യാപാര പോസ്റ്റുകൾ ആക്രമിച്ചിരുന്നു. നവാബിലെ സ്വന്തം ജനറൽമാരിൽ ചിലരുടെ സഹായത്തോടെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് നവാബിനെ പരാജയപ്പെടുത്തി സ്ഥാനഭ്രഷ്ടനാക്കാനും ബംഗാളിൽ സ്വന്തം ഭരണം സ്ഥാപിക്കാനും കഴിഞ്ഞു. ഈ നിർണായക വിജയം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വെറും ഒരു വ്യാപാര സാന്നിധ്യത്തിൽ നിന്ന് ഇന്ത്യയിലെ ഒരു സൈനിക രാഷ്ട്രീയ ശക്തിയായി പരിവർത്തനം ചെയ്തു. നിരവധി സൈനിക പ്രചരണത്തിലൂടെ കമ്പനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്മേലുള്ള അധികാരം ശക്തിപ്പെടുത്തുകയും ചെയ്തു. 1764 നടന്ന ബക്സർ യുദ്ധത്തോടെ ബംഗാളിലും ബീഹാറിലും 1799 നടന്ന 4-ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ്റെ
പരാജയത്തോടെ ദക്ഷിണേന്ത്യയിലും 1848-49 നടന്ന രണ്ടാം സിഖ് യുദ്ധത്തിന് ശേഷം പഞ്ചാബിലും അവർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു. 1850കളോടെ കമ്പനി ഇന്ത്യയുടെ ഭൂരിഭാഗവും തങ്ങളുടെ ഭരണം ഉറപ്പിച്ചു. ഇത് ഇന്ത്യൻ സമൂഹത്തിലുടനീളം വ്യാപകമായ അസംതൃപ്തിക്ക് കാരണമായി. 1857 മെയ് 10 മീററ്റിൽ ഒരു തുറന്ന കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കമ്പനിയുടെ സേവനത്തിലുള്ള ശിപായിമാർ അഥവാ ഇന്ത്യൻ പട്ടാളക്കാർ അവരുടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. പ്രാദേശിക സൈനികരെ അവരുടെ ലക്ഷ്യത്തിനായി അണിനിരത്തി. മെയ് 11 വൈകുന്നേരത്തോടെ അവർ വൃദ്ധനായ ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. പ്രതീകാത്മകമായി മുഗളരെ അധികാരത്തിൽ പുനഃസ്ഥാപിക്കുകയും ബ്രിട്ടീഷ് ഭരണം നിരസിക്കുകയും ചെയ്തു. പരമ്പരാഗത ബ്രിട്ടീഷ് ചരിത്രത്തിൽ ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപം വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും അതിവേഗം വ്യാപിച്ചു. ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിൽ ഇത് ഉഗ്രമായ യുദ്ധങ്ങൾക്ക് കാരണമായി. ഒടുവിൽ നാനാ സാഹിബ്, താന്തിയ തോപ്പ്, ഝാൻസി റാണി ലക്ഷ്മിബായി തുടങ്ങിയ നേതാക്കൾ ഇതിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് ലക്ഷ്മിബായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഐതിഹാസിക പ്രതീകമായി മാറി. കാലഹരണപ്പെടൽ സിദ്ധാന്തത്തിൻ്റെ മറവിൽ ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിന് ശേഷം ലക്ഷ്മിബായി ബുണ്ടേൽഖണ്ഡ് മേഖലയിലെ വിമതരുടെ നേതൃത്വം ഏറ്റെടുക്കുകയും 1858 ജൂൺ 17 യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പ് ധീരമായി പോരാടുകയും ചെയ്തു. 1858 അവസാനത്തോടെ കലാപം വലിയ തോതിൽ അടിച്ചമർത്തപ്പെട്ടു. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടി റാങ്കൂണിലേക്ക്, ഇപ്പോഴുള്ള യാംഗോൺ, മ്യാൻമറിലേക്ക് നാടുകടത്തി. മുഗൾ രാജവംശത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് 1862 അദ്ദേഹം അവിടെ വച്ച് മരിച്ചു. കലാപത്തിന് മറുപടിയായി ബ്രിട്ടീഷ് സർക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണപരമായ പരാജയങ്ങൾ തിരിച്ചറിഞ്ഞു. ബ്രിട്ടീഷ് കിരീടം ഇന്ത്യയുടെ നേരിട്ടുള്ള ഭരണം ഏറ്റെടുത്തു. ബ്രിട്ടീഷ് രാജ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിന് തുടക്കമിട്ടു. കലാപത്തിൻ്റെ പരാജയം ഇന്ത്യയിലെ ജനങ്ങളിൽ ആഴത്തിലുള്ള മാനസിക ആഘാതം സൃഷ്ടിച്ചു. ശിപായിമാർ, തദ്ദേശീയ രാജകുമാരന്മാർ, ഝാൻസി രാജ്ഞി, മുഗൾ ആഡംബരത്തിൻ്റെ അവകാശി എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ നിലപാട് സ്വീകരിച്ചു. പക്ഷേ അവർ പരാജയപ്പെട്ടു. ഈ സമയം മുതൽ ഭൂതകാലത്തിൻ്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചോ പാശ്ചാത്യരെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചോ ഉള്ള എല്ലാ ഗൗരവമേറിയ പ്രതീക്ഷകളും കുറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ പരമ്പരാഗത ഘടന തകരാർ തുടങ്ങി. ഒടുവിൽ ഒരു പാശ്ചാത്യവൽക്കരണത്തിൽപ്പെട്ട വർഗവ്യവസ്ഥ അതിനെ മറികടന്നു. അതിൽ നിന്ന് ഉയർന്ന ഇന്ത്യൻ ദേശീയബോധമുള്ള ശക്തമായ ഒരു മധ്യവർഗം ഉയർന്നുവന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം അഥവാ എന്നിട്ടും പോരാട്ടം തുടർന്നു. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. ബ്രിട്ടന് പുറത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉയർന്നു വന്ന ആദ്യത്തെ പ്രധാന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനുഭാവം പുലർത്തിയിരുന്ന വിരമിച്ച ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ അലൻ ഒക്ടാവിയൻ ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി തുടക്കത്തിൽ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഭരണത്തിൽ കൂടുതൽ പങ്കിനായി വാദിക്കുന്നതിനുമുള്ള ഒരു വേദിയായി സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെമ്പാടുമുള്ള 72 പ്രതിനിധികളെ ഉൾപ്പെടുത്തി ബോംബെയിൽ, അതായത് ഇപ്പോഴുള്ള മുംബൈയിൽ ആയിരുന്നു ആദ്യ യോഗം. ഈ പ്രാരംഭ പ്രതിനിധികൾ പ്രധാനമായും പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവരും വരേണ്യ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ളവരായിരുന്നു. കൂടാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തേക്കാൾ മിതമായ പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ,
ആനി ബസന്റ് തുടങ്ങിയ നേതാക്കളുടെ സ്വാധീനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളിൽ നിന്നും കൂടുതൽ തീവ്രവാദ നിലപാടുകളിലേക്ക് മാറാൻ തുടങ്ങി. സ്വദേശി അഥവാ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ എന്ന ആശയം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇറക്കുമതിയേക്കാൾ തദ്ദേശീയ വസ്തുക്കൾക്ക് മുൻഗണന നൽകുന്നത് പ്രാധാന്യം നേടി. ഇത് സാമ്പത്തിക സ്വയം പര്യാപ്തതയുടെയും സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായ പ്രതിരോധത്തിൻ്റെയും വർദ്ധിച്ചുവരുന്ന മനോഭാവത്തെ പ്രതീകപ്പെടുത്തി. 1907 ആയപ്പോഴേക്കും ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിലുള്ള മിതവാദികൾക്കും തീവ്രവാദികൾക്കും ഇടയിൽ വ്യക്തമായ ഒരു വേർതിരിവ് നിലനിന്നു. മഹാത്മാഗാന്ധി എന്നറിയപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഇന്ത്യയിലെ പോർബന്ദറിൽ ജനിച്ചു. ഇംഗ്ലണ്ടിൽ അഭിഭാഷകനായി പരിശീലനം നേടിയ ശേഷം ദക്ഷിണാഫ്രിക്കയിലേക്ക് താമസം മാറി. അവിടെ അദ്ദേഹം പൗരാവകാശങ്ങൾക്കായി വാദിക്കുകയും അഹിംസാത്മക പ്രതിരോധത്തിൻ്റെ അടിസ്ഥാന തത്ത്വചിന്ത വികസിപ്പിക്കുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ 2 പതിറ്റാണ്ടിലേറെ ചെലവഴിച്ച ശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1915 ഗാന്ധി ഇന്ത്യയിൽ മടങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. തുടക്കത്തിൽ അദ്ദേഹം പ്രസ്ഥാനത്തിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ തുടർന്നു. ബ്രിട്ടീഷ് യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. എന്നിരുന്നാലും 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നാടകീയമായി മാറി. 1919 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് സർക്കാർ റൗലറ്റ് ആക്ട് പാസാക്കി. ഇത് സംശയിക്കപ്പെടുന്ന സ്വാതന്ത്ര്യ പ്രവർത്തകരെ വിചാരണ കൂടാതെ തടവിലാക്കാൻ അധികാരികളെ അധികാരപ്പെടുത്തുകയും ചില രാഷ്ട്രീയ കേസുകൾ ജൂറികളില്ലാതെ വിചാരണ ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. യുദ്ധകാലത്തെ ഇന്ത്യ പ്രതിരോധ നിയമത്തിലെ അടിച്ചമർത്തൽ വ്യവസ്ഥകൾ ഒരു സ്ഥിരം നിയമം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതായിരുന്നു ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഒന്നാം ലോകമഹായുദ്ധത്തിലുടനീളം ബ്രിട്ടനെ പിന്തുണച്ചതിന് ശേഷം ഇന്ത്യക്കാർക്ക് വഞ്ചന അനുഭവപ്പെട്ടു. രാജ്യമെമ്പാടും നീരസം പടർന്നു. ഈ നിയമത്തിൽ പ്രകോപിതനായ ഗാന്ധി തൻ്റെ ആദ്യ സത്യാഗ്രഹം സത്യത്തോട് പറ്റിനിൽക്കൽ അഥവാ പ്രഖ്യാപിച്ചു. അഹിംസാത്മകമായ സിവിൽ അനുസരണക്കേടിനെ പ്രോത്സാഹിപ്പിച്ചു. ഇത് 1919 വസന്തകാലം മുഴുവൻ ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് കാരണമായി. 1919 ഏപ്രിൽ 13 ജനറൽ റെജിനാൾഡ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം അമൃത്സറിൽ നിരായുധരായ ഒരു ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു. ഗാന്ധിജിയുടെ ചെറുത്തുനിൽപ്പ് ആഹ്വാനങ്ങളുടെയും ആ മാസം ആദ്യം ഒരു ദിവസത്തെ പൊതു പണിമുടക്കിനെയും തുടർന്ന് രാജ്യമെമ്പാടും പ്രത്യേകിച്ച് പഞ്ചാബിൽ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അമൃതസറിൽ പ്രമുഖ ഇന്ത്യൻ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഏപ്രിൽ 10 പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ നിരവധി ഡസൻ സൈനികരുടെ ഒരു സംഘത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തി. സ്വീകരിച്ച നടപടികളിൽ പൊതുയോഗങ്ങൾ നിരോധിക്കുകയും ചെയ്തു. ഏപ്രിൽ 13 ഉച്ചകഴിഞ്ഞ് സുവർണക്ഷേത്രത്തിനടുത്തുള്ള ഒരു പൊതു ഉദ്യാനമായ ജാലിയൻ വാലാബാഗിൽ കുറഞ്ഞത് 10,000 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു ജനക്കൂട്ടം ഒത്തുകൂടി. ആ പൊതു ഉദ്യാനം ഏതാണ്ട് പൂർണ്ണമായും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു എക്സിറ്റ് മാത്രമുള്ളതുമായിരുന്നു. പൊതുയോഗങ്ങൾക്കുള്ള നിരോധനം ലംഘിച്ച് എത്ര പ്രതിഷേധക്കാർ ഉണ്ടായിരുന്നുവെന്നും വസന്തകാല ഉത്സവമായ ബൈരാഗി ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്ര പേർ നഗരത്തിലേക്ക് വന്നിരുന്നുവെന്നും വ്യക്തമല്ല. ഡയറും അദ്ദേഹത്തിൻ്റെ സൈനികരും എത്തി എക്സിറ്റ് അടച്ചു. മുന്നറിയിപ്പില്ലാതെ സൈന്യം ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്തു. വെടിയുണ്ടകൾ തീരുന്നതുവരെ 100 കണക്കിന് റൗണ്ടുകൾ വെടിവെച്ചു. രക്തരൂഷിതമായ പോരാട്ടത്തിൽ എത്ര പേർ മരിച്ചുവെന്ന് ഉറപ്പില്ല.
പക്ഷേ ഒരു ഔദ്യോഗിക ബ്രിട്ടീഷ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 379 പേർ കൊല്ലപ്പെട്ടു. ഏകദേശം 1200 പേർക്ക് പരിക്കേറ്റു. വെടിവയ്പ് നിർത്തിയതിനു ശേഷം സൈനികർ ഉടൻ പിൻവാങ്ങി. മരിച്ചവരെയും പരിക്കേറ്റവരെയും ഉപേക്ഷിച്ചു. വെടിവയ്പിനെ തുടർന്ന് പഞ്ചാബിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. അതിൽ പരസ്യമായി ചാട്ടവാറടിയും മറ്റ് അപമാനങ്ങളും ഉൾപ്പെട്ടിരുന്നു. വെടിവയ്പും തുടർന്നുള്ള ബ്രിട്ടീഷ് നടപടികളും സംബന്ധിച്ച വാർത്തകൾ ഉപഭൂഖണ്ഡത്തിലുടനീളം വ്യാപിച്ചതോടെ ഇന്ത്യൻ രോഷം വർദ്ധിച്ചു. ബംഗാളി കവിയും നോബൽ സമ്മാന ജേതാവുമായ രവീന്ദ്രനാഥ ടാഗോർ 1915 തനിക്ക് ലഭിച്ച നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചു. ഗാന്ധി ആദ്യം നടപടിയെടുക്കാൻ മടിച്ചു നിന്നെങ്കിലും താമസിയാതെ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ 1920 തൊട്ട് 22 വരെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വലിയ തോതിലുള്ള സുസ്ഥിരവുമായ അഹിംസാത്മകവുമായ പ്രതിഷേധ കമ്പയിൻ. രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇന്ത്യയിലെ ദേശീയ പോരാട്ടം അതിൻ്റെ അവസാന നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഫാസിസത്തെയും അത് പ്രതിനിധാനം ചെയ്തതിനെ ഗാന്ധി വെറുത്തു. പക്ഷേ അദ്ദേഹം യുദ്ധത്തെയും വെറുത്തു. മറുവശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമാധാനവാദത്തോട് പ്രതിജ്ഞാബദ്ധയായിരുന്നില്ല. ഇന്ത്യൻ സ്വയംഭരണം ഉറപ്പാക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് യുദ്ധശ്രമത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നു. ഗാന്ധി വീണ്ടും രാഷ്ട്രീയമായി സജീവമായി. ദൗത്യത്തിൻ്റെ പരാജയം 1942 മാർച്ചിൽ ഇന്ത്യയിലേക്ക് പോയ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഗാന്ധിക്ക് സ്വീകാര്യമല്ലാത്ത ഒരു വാഗ്ദാനവുമായി. അധികാരം ഇന്ത്യക്കാർക്ക് കൈമാറുന്നതിനെക്കുറിച്ചുള്ള ബ്രിട്ടീഷ് അനിശ്ചിതത്വവും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ ഭിന്നത വളർത്തുന്ന യാഥാസ്ഥിതിക വർഗീയ ശക്തികൾക്ക് ഉയർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നൽകിയ പ്രോത്സാഹനവും 1942 വേനൽക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യം ഉടൻ പിന്മാറണമെന്ന് ആവശ്യപ്പെടാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചു. ഇത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. 1942 മധ്യത്തിൽ അച്ചുതണ്ട് ശക്തികൾക്കെതിരായ യുദ്ധം, പ്രത്യേകിച്ച് ജപ്പാനെതിരെ, നിർണായക ഘട്ടത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ പ്രചരണത്തോട് ശക്തമായി പ്രതികരിച്ചു. അവർ മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തെയും തടവിലാക്കി പാർട്ടിയെ എന്നേക്കുമായി തകർക്കാൻ പുറപ്പെട്ടു. അക്രമാസക്തമായ പൊട്ടിത്തെറികൾ ഉണ്ടായി. അവ കർശനമായി അടിച്ചമർത്തപ്പെട്ടു. ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള വിടവ് മുമ്പത്തേക്കാളും വിശാലമായി. ഗാന്ധിജിയെയും ഭാര്യയെയും അഥവാ നെഹ്റു ഉൾപ്പെടെ മറ്റ് നിരവധി ഉന്നത പാർട്ടി നേതാക്കളെയും പൂനെയിലുള്ള ആഗാഖാൻ കൊട്ടാരത്തിൽ, ഇപ്പോൾ ഗാന്ധി നാഷണൽ മെമ്മോറിയലിൽ തടവിലാക്കി. ഗാന്ധിജിയും മറ്റുള്ളവരും മോചിതരാകുന്നതിന് തൊട്ടുമുമ്പ് 1944 തുടക്കത്തിൽ കസ്തൂർബ അവിടെ മരിച്ചു. 1945 ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ വിജയത്തോടെ ഇന്തോ ബ്രിട്ടീഷ് ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. അടുത്ത 2 വർഷങ്ങളിൽ കോൺഗ്രസിൻ്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും കീഴിലുള്ള മുസ്ലിം ലീഗിൻ്റെയും ബ്രിട്ടീഷ് സർക്കാരിൻ്റെയും നേതാക്കൾ തമ്മിൽ ദീർഘമായ ത്രികോണ ചർച്ചകൾ നടന്നു. അതിൻ്റെ പരിസമാപ്തി 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൺ പദ്ധതിയും 1947 ഓഗസ്റ്റ് മധ്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്ന 2 പുതിയ ആധിപത്യങ്ങളുടെ രൂപീകരണവും. ഇന്ത്യൻ ഐക്യമില്ലാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നത് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശകളിൽ ഒന്നായിരുന്നു. ഗാന്ധിയും സഹപ്രവർത്തകരും ജയിലിലായിരുന്നപ്പോൾ മുസ്ലിം വിഘടനവാദത്തിന് വലിയ പ്രോത്സാഹനം ലഭിച്ചു. 1946-47 കാലഘട്ടങ്ങളിൽ അന്തിമ ഭരണഘടനാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങൾ ദുഃഖകരമെന്ന് പറയട്ടെ,
യുക്തിക്കും നീതിക്കും സഹിഷ്ണുതയ്ക്കും വിശ്വാസത്തിനും വേണ്ടിയുള്ള ഗാന്ധിയുടെ അഭ്യർത്ഥനകൾക്ക് സാധ്യത കുറവായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ഉപഭൂഖണ്ഡത്തിൻ്റെ വിഭജനം അംഗീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി. വർഗീയ സംഘർഷത്തിൻ്റെ മുറിവുകൾ ഉണക്കുന്നതിനുള്ള ദൗത്യത്തിൽ അദ്ദേഹം സ്വയം അർപ്പിച്ചു. ബംഗാളിലെയും ബീഹാറിലെയും കലാപബാധിത പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. മതഭ്രാന്തന്മാരെ ഉപദേശിച്ചു, ഇരകളെ ആശ്വസിപ്പിച്ചു, അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ ശ്രമിച്ചു. ആ കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ സംശയവും വിദ്വേഷവും നിറഞ്ഞ അത് ബുദ്ധിമുട്ടുള്ളതും ഹൃദയഭേദവുമായ ഒരു ജോലിയായിരുന്നു. രണ്ട് സമുദായങ്ങളിലെയും കക്ഷികൾ ഗാന്ധിയെ കുറ്റപ്പെടുത്തി. പ്രേരണ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചു. കുറഞ്ഞത് 2 മികച്ച വിജയങ്ങളെയും അദ്ദേഹം നേടി. 1947 സെപ്റ്റംബറിൽ അദ്ദേഹം നടത്തിയ ഉപവാസം കൽക്കട്ടയിലെ കലാപം അവസാനിപ്പിച്ചു. 1948 ജനുവരിയിൽ അദ്ദേഹം ഡൽഹി നഗരത്തെ ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നയിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 30 ഡൽഹിയിൽ തൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനായോഗത്തിലേക്ക് പോകുമ്പോൾ ഒരു യുവ ഹിന്ദു മതഭ്രാന്തനായ നാഥുറാം ഗോഡ്സെ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു.